ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട്, ചെയർമാൻ, കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഹാജിമാർ, ഹജ്ജുമ്മമാർ, ആ ഹാജിമാരെയും ഹജ്ജുമ്മമാരെയും വളരെ സന്തോഷത്തോടുകൂടി നല്ല രീതിയിൽ യാത്രയാക്കാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിയിലെ വിശിഷ്ട അതിഥികളായ, നമുക്ക് വേണ്ടി ദുആ നടത്തി തന്ന ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദ് അവർകൾ, നമ്മുടെ ആകാശ എയറിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പേഴ്സണാലിറ്റി ഋഷി കുമാർ, നമ്മുടെ ഹജ്ജ് കമ്മിറ്റി മെമ്പർമാർ, ഈ ഹജ്ജ് ഹൗസ് സ്ഥിതി ചെയ്യുന്ന കരിപ്പൂര് മണ്ഡലം, അതിൻ്റെ തൊട്ട് ചേർന്ന് കിടക്കുന്ന വള്ളിക്കുന്ന് മണ്ഡലം, ഈ രണ്ട് മണ്ഡലങ്ങളുടെയും നിയുക്ത MLA മാർ, അതുപോലെ ഞാനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട ജബ്ബാർ ഹാജി അടക്കം കാസർഗോഡ് നിന്നുള്ള 2 ഹജ്ജ് കമ്മിറ്റി മെമ്പർമാർ ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട റാഫി സാഹിബ്, ഷംസുദ്ദീൻ സാഹിബ്, കൊണ്ടോട്ടിയിൽ നിന്നുള്ള ഹജ്ജ് കമ്മിറ്റി മെമ്പർ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇണ്ണി എന്നവരുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ വളരെ കൃത്യമായി ഓരോരുത്തരെയും പേര് പറയുകയുണ്ടായി. ഖാസ് കർ മേ യേ സിക്ർ ഭി കർ രഹാ ഹൂം ഹമാരെ സാക്കിർ മുനവ്വർ ഖാൻ, മാഷാ അല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർ എത്തിച്ചേർന്നു. ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട PV അബ്ദുൽ വഹാബ് സാഹിബ് MP അവർ, അങ്ങനെ എല്ലാവരും എത്തി. ഇനി ഒരു MP കൂടി ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട ET മുഹമ്മദ് സാഹിബ് അവർ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചു. ഇന്നത്തെ ഈ ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നേരത്തെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത 2 ഹജ്ജ് ക്യാമ്പുകളെ അപേക്ഷിച്ച് വളരെയധികം സന്തോഷമാണ്. നേരത്തെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ 29-ാം തീയതി ആദ്യം സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് ഞങ്ങൾക്ക് നെടുമ്പാശ്ശേരിയിലാണ്. ആ നെടുമ്പാശ്ശേരി എംബാർക്കേഷനിൽ നിന്ന് ഇനി പുറപ്പെടാനുള്ള ഷോർട്ട് ഹജ്ജിൻ്റെ 3 ഫ്ലൈറ്റുകളിലടക്കം 8300-ലധികം ഹാജിമാർ അവിടെ നിന്ന് പോകുന്നു. കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ ആദ്യത്തെ വിമാനം കഴിഞ്ഞ 6-ാം തീയതി പുറപ്പെട്ടു. അവിടെ നാളെ നേരം പുലരുമ്പോഴേക്ക് 4300-ഓളം ഹാജിമാർ അവിടെ നിന്നും പുറപ്പെടും. എന്നാൽ ഈ കോഴിക്കോട് നിന്ന് നമുക്ക് ആകെ പുറപ്പെടാനുള്ളത് 7 വിമാനങ്ങളിലായി 969, 945 ഉള്ളുവായിരുന്നു. അവസാനം ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് റിലീസ് ചെയ്തപ്പോൾ കുറച്ച് ഹാജിമാർ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊടുത്ത് അവിടെ വിമാനങ്ങളിൽ ഒഴിവില്ലാത്തത് കൊണ്ട് അവരെ കോഴിക്കോട്ടേക്ക് മാറ്റി. അങ്ങനെ 969 ഹാജിമാർ മാത്രമാണ്, 1000 തികയൂലാന്ന് ചുരുക്കം, കോഴിക്കോട്ടുനിന്ന് പോകാൻ. എന്നാലും ഇന്നത്തെ ഈ പരിപാടിക്ക് മറ്റ് 2 ഉദ്ഘാടന ചടങ്ങുകളെ അപേക്ഷിച്ച് വലിയ പ്രാധാന്യമാണ് ഞങ്ങൾ കൽപ്പിക്കുന്നത്. 2 കാരണങ്ങളാലാണ്. നമ്പർ 1, ആ 2 ക്യാമ്പുകളും ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ നേതാക്കന്മാരെയൊക്കെ ഒന്ന് വിളിച്ച് ഹാജിമാർക്ക് വേണ്ടി നിങ്ങളൊരു ആശീർവാദം നടത്തണമെന്ന് പറയുന്നതിന് ചില ലിമിറ്റുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആകെ 2 രാഷ്ട്രീയക്കാർ വന്നത്, ഒന്ന് ആരിഫ് സാഹിബ് മുൻ MP-യും, 2 നമ്മൾ അൻവർ സാദാത്ത് നിയുക്ത MLA-യും. അവർ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടി
നെടുമ്പാശ്ശേരി വന്നു. അതാണ് ഒരു പൊതുപരിപാടി ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി വന്നത്. എന്നാൽ അൽഹംദുലില്ലാ കോഡ് ഓഫ് കണ്ടക്റ്റ് മാഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ET സാർ അവർകൾ. ഇനി ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. നമുക്ക് 2 MP-മാർ, 2 നിയുക്ത MLA-മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പൽ കൗൺസിലർ അടക്കം നീണ്ട നിര തന്നെയുണ്ട്. അവരുടെയൊക്കെ ഇടയിൽ തിളങ്ങിക്കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളവറുകളുമുണ്ട്. ഇവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു ഉദ്ഘാടന പരിപാടി നടത്താൻ സാധിച്ചു എന്നത് ഇറ്റ് ഈസ് അവർ പ്ലഷർ. അത് ഞങ്ങളുടെ വലിയ സന്തോഷമാണ്. ഇത് സംഘടിപ്പിക്കുന്ന ഞങ്ങളെക്കാൾ ഇതിൻ്റെ സന്തോഷം ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന ഹാജിമാരുടേതാണ്. നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ അറിവിലേക്കായി ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി 12:20 പുറപ്പെടുന്ന ആകാശ എയർലൈനിൽ 143 ഹാജിമാരും അജുമമാരുമാണ് യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ന് 2:10 രണ്ടാമത്തെ അഥവാ നാളത്തെ ഡേറ്റിന് തന്നെയാണ് 2 ഫ്ലൈറ്റും. ആ ഫ്ലൈറ്റിനും 143 പേരാണ് പുറപ്പെടുന്നത്. അങ്ങനെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് 430 ആൾ പുറപ്പെടുന്ന വിമാനമായിരുന്നെങ്കിൽ കണ്ണൂരിൽ നിന്ന് 350 പേര് യാത്ര ചെയ്യുന്ന വിമാനമായിരുന്നുവെങ്കിൽ കുറഞ്ഞ ദിവസങ്ങളിൽ ചെറിയ വിമാനങ്ങളിൽ വളരെ കുറഞ്ഞ ഹാജിമാർ മാത്രമേ പോകുന്നുള്ളൂ എങ്കിലും ഈ മഹാന്മാരായ നേതാക്കന്മാരുടെയൊക്കെ പ്രസൻസ് അത് നമ്മെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു, ഹാജിമാരെ സന്തോഷിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജിമാർക്ക് ഹജ്ജുമ്മമാർക്ക് എല്ലാവിധ ഐശ്വര്യവും നൽകുമാറാവട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാറത്ത് എല്ലാം ഭംഗിയായി നിർവഹിച്ച് കുടുംബത്തോട് റീജോയിൻ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുമാറാവട്ടെ. നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട്ടെ വലിയ തങ്ങൾ അടക്കമുള്ള നമ്മുടെ MP-മാരും നിയുക്ത MLA-മാരും അടക്കമുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സർവേശ്വരൻ സർവ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇനി ഞാനൊരു കാര്യം, ബഹുമാനപ്പെട്ട MP-മാരും നിയുക്ത MLA-മാരും അവരുടെയൊക്കെ നേതാവായി ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളും കൂടി ഇരിക്കുന്നത് കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കൃത്യം 1 കൊല്ലവും 5 ദിവസവും മുമ്പ് മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഹജ്ജ് 2025 കേരളത്തിലെ ഹജ്ജ് ക്യാമ്പുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം അന്ന് കണ്ണൂരിൽ നിർവഹിക്കപ്പെടുകയുണ്ടായി. ആ കണ്ണൂരിൽ ഹജ്ജ് ക്യാമ്പ് നടത്തുമ്പോൾ അതിന് പ്രാർത്ഥന ആരെ നമ്മൾ ഏൽപ്പിക്കണം എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയും ഹജ്ജ് മന്ത്രി V. അബ്ദുറഹ്മാൻ സാഹിബും അടക്കം ഞങ്ങളോട് പറഞ്ഞു, സാദിഖ് അലി ശിഹാബ് തങ്ങളെ തന്നെ ഏൽപ്പിക്കണം. അതുപ്രകാരം തങ്ങൾ അവിടെ ദുആ നടത്തിക്കൊണ്ടാണ് അന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടനം നടന്നത്. ഞാൻ പറയാൻ പോകുന്നത് അതല്ല. അന്ന് അവിടെ മറ്റൊരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട MP PV അബ്ദുൽ വഹാബ് സാഹിബിന് നല്ലതുപോലെ ഓർമ്മയുണ്ട്. കണ്ണൂരിൽ ഒരു ഹജ്ജ് ഹൗസ് ആരംഭിക്കാൻ വേണ്ടിയുള്ള തറക്കല്ലിടൽ കർമ്മം. അന്ന് നല്ല ഒരു സംഖ്യ ആദ്യം തന്നെ ഓഫർ ചെയ്തത് ബഹുമാനപ്പെട്ട PV അബ്ദുൽ വഹാബ് സാഹിബ് MP അവർകളായിരുന്നു. മറ്റു പല ഓഫറുകളും വന്നു. ഗവൺമെൻറ് 10 കോടി അതിന് ബജറ്റിൽ വകയിരുത്തി. നമ്മൾ അതിൻ്റെ ലാൻഡ് ലെവലിങ്ങിൻ്റെ കുറേ ഭാഗം നിർവഹിച്ചു. നോമ്പിൻ്റെ ഒരാഴ്ച മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കൂടെ, എൻ്റെ സ്വദേശം ഇവിടെ നിന്ന് ഒരു 9 കിലോമീറ്റർ ദൂരെ ചുള്ളിക്കോടാണ്, അവിടെ നിന്ന് 2.5 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള മുണ്ടംപറമ്പ് അൽ അൻസാർ എന്നൊരു സ്ഥാപനത്തിൻ്റെ വാർഷികത്തിന് ഞാൻ ആദ്യമായി ബഹുമാനപ്പെട്ട തങ്ങളുടെ കൂടെ അവിടെ ചെന്നു. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇരിക്കുമ്പോൾ ഞാൻ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ നമ്മുടെ കണ്ണൂർ ഹജ്ജ് ഹൗസിൻ്റെ കാര്യങ്ങളെപ്പറ്റി തങ്ങളെ ശ്രദ്ധയിലുണ്ടോ? തങ്ങളൊക്കെ ഉള്ള സഭയിൽ വെച്ചായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് അതിന് തറക്കല്ലിട്ടത്. തങ്ങൾ അന്ന് പറഞ്ഞൊരു വാക്ക് ഇപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരിക. തങ്ങൾ പറഞ്ഞു, ഇടതുപക്ഷ ഗവൺമെൻറ് തറക്കല്ലിടും, UDF വരും, അത് നടപ്പാക്കാൻ ഈ അവസരം വന്നിരിക്കുകയാണ്. MP-മാരുടെയും നിയുക്ത MLA-മാരുടെയും ഈ നിറഞ്ഞ സദസ്സിലെ 300ഓളം ഹാജിമാരെയും സാക്ഷിയാക്കി
ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ അങ്ങയോട്, അങ്ങയുടെ പാർട്ടിക്കാരോട്, അങ്ങ് ഉൾക്കൊള്ളുന്ന മുന്നണിയിലുള്ളവരോട് മുഖ്യമന്ത്രി ആരാകണം എന്ന ചർച്ചയിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല. മുഖ്യമന്ത്രിയെ പറ്റിയുള്ള ചർച്ച വോട്ട് ചെയ്തവരെ സംബന്ധിച്ച് അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്നു എന്ന കാര്യം ഞങ്ങൾക്കടക്കം വലിയ പ്രയാസമുണ്ട് എന്ന് പറയാതിരിക്കാനും നിർവാഹമില്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. കണ്ണൂർ ഹജ്ജ് ഹൗസ് എന്നത് ഇൻഷാ അല്ലാഹ് ഈ UDFൻ്റെ ഭരണകാലത്ത് അത് സാക്ഷാത്കരിക്കപ്പെടണം. അതിന് നേതൃത്വം നൽകാൻ തങ്ങൾ തന്നെ മുന്നിലുണ്ടാകണം. നിങ്ങളൊക്കെ ആ അഭിപ്രായക്കാരല്ലേ? തീർച്ചയായിട്ടും എല്ലാവരും ഒരു അല്ലാഹു അക്ബർ പറ. അല്ലാഹു അക്ബർ. എല്ലാവരും കൂടിയാണ് പറയുന്നത്. പി അബ്ദുൽ വഹാബ് സാഹിബ് ഇപ്പം തന്നെ പറയുന്നുണ്ട്, തങ്ങൾ അതിനെന്താ വേണ്ടത് ഞാൻ തരാം. അങ്ങനെ ഒരാൾക്ക് ഒറ്റക്ക് വിട്ടുകൊടുക്കണില്ല, എല്ലാവരും കൂടി ഇൻഷാ അല്ലാഹ് അത് നടത്തണം. ഞാൻ അവസാനിപ്പിക്കട്ടെ. 28,000-ഓളം അപേക്ഷകരാണ് ഇത്തവണ കേരളത്തിൽ നിന്ന് ഹജ്ജിന് വേണ്ടി അപേക്ഷ നൽകിയത്. ആ കേരളത്തിൽ നിന്ന് അപേക്ഷ നൽകിയവരിൽ 13,200-ഓളം പേർക്ക് മാത്രമേ ഇത്തവണ അവസരം ലഭിച്ചിട്ടുള്ളൂ ഗവൺമെൻറ്റിൽ ഹജ്ജിന് പോകാൻ വേണ്ടി. കോഴിക്കോട് നിന്ന് പോകുന്ന ഹാജിമാർ, ആ മഹാഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾ പരിശുദ്ധ കഅബയുടെ അടുത്ത് ചെന്നുകൊണ്ട് അല്ലാഹുമ്മ ഇന്ന ഹാദൽ ബൈത ബൈതുക് വൽ ഹറമ ഹറമുക് വൽ അംന അംനുക് വൽ അബ്ദ അബ്ദുക് വഅന അബ്ദുക് വബ്നു അബ്ദിക് വഹാദാ മഖാമുൽ ആഇദി ബിക മിനൻ നാർ ഫഹർരിം ലുഹൂമനാ വബശറതനാ അലൻ നാർ. പടച്ചവനെ, ഞങ്ങളുടെ മനസ്സ്, ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ തൊലിപ്പുറം ഇതെല്ലാം നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് ഈ വലിയ ഭവനത്തിൻ്റെ മുന്നിൽ വെച്ച് ആദ്യമായി നിന്നോട് പറയാനുള്ളത്. മാത്രമല്ല, നീ സമാധാനവും ശാന്തിയും നൽകിയെങ്കിലേ ലോകത്ത് സമാധാനമുണ്ടാവുകയുള്ളൂ. ആര് വിചാരിച്ചിട്ടും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടോ അദ്ദേഹത്തിൻ്റെ എയർക്രാഫ്റ്റ് കാരിയറുകൾ വിന്യസിച്ചതുകൊണ്ടോ ഒന്നും തന്നെ ലോകത്ത് സമാധാനമുണ്ടാവുകയില്ല. വല്ല അംനു, നീ സമാധാനം നൽകിയെങ്കിലേ അത് ഉണ്ടാവുകയുള്ളൂ. ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹാജിമാരെ, നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ മുഴുക്കെ, ലോകത്ത് മുഴുക്കെ സമാധാനമുണ്ടാകണം. നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം. ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ പറയുന്ന നമ്മുടെ സെക്യുലറിസം, നമ്മുടെ ഫെഡറലിസം, നമ്മുടെ ജനാധിപത്യം, ഇത്തരം ആശയങ്ങൾ ഇവിടെ ആര് ഭരണത്തിൽ വന്നാലും തകർക്കപ്പെട്ടുകൂടാ. അതിനുവേണ്ടി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളുടെ ആവശ്യമുണ്ട്. മുഖ്യമന്ത്രി ആരാകണം എന്ന ചർച്ച പോലും ഈ നാട്ടിൽ കമ്മ്യൂണലിസം വളർത്തുമോ എന്ന പേടിയിലാണ് ഞങ്ങളെപ്പോലെ രാഷ്ട്രീയക്കാരല്ലാത്ത രാഷ്ട്രീയ നിരീക്ഷകന്മാർ എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യത്ത് സമാധാനമുണ്ടാകാൻ വേണ്ടി, നിങ്ങളുടെയൊക്കെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഈ നാടിനു വേണ്ടി, എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന മാത്രം ഞാൻ ഈ അധ്യക്ഷ പ്രസംഗത്തിൽ നിങ്ങളോടൊക്കെ അപേക്ഷിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പാണക്കാട് കോടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് വന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.